ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹൗ ടു ഹോൾഡ് എ കലം അങ്ങനത്തെ ബേസിക് സ്ട്രോക്സ് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് ജലദോഷമായ കാരണം ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ശബ്ദം ചിലപ്പോൾ കുറവായിരിക്കും കേൾക്കുന്നുണ്ടാവുക, എന്നാലും ഒന്ന് വോളിയം കൂട്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കലം, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ കാർഡിലിടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പെൻ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കലം എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പെൻ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യാറ്, പലരും പല ടൈപ്പിലാണ് ഹോൾഡ് ചെയ്യുക, എന്നാലും ഞാൻ ഹോൾഡ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെയല്ല യൂഷ്വലി നമ്മൾ കലം ഹോൾഡ് ചെയ്യേണ്ടത്. കലം ഹോൾഡ് ചെയ്യേണ്ട മെത്തേഡ് വേറെയാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെയായിരിക്കും നിങ്ങൾ പെന്നും ചിലപ്പോൾ ഹോൾഡ് ചെയ്യാറുണ്ടാവുക, എന്നാലും എൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എൻ്റെ ചെറുവിരൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് എഴുതുക. അത് പണ്ട് മുതൽ അങ്ങനെയാണ്. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ ഒരു ശീലിച്ചു പോയി, പിന്നെ മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വേസ് ഉണ്ടായിരിക്കും. എന്നാലും കലം ഹോൾഡ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആ കുഴിയിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ കലം വെക്കുക. അപ്പോൾ ആ കലം ഉള്ള സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലിൻ്റെയും ആ ഇട സ്ഥലം ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നറിയില്ല, ആ ഇടയിലാണ് നമ്മൾ നമ്മുടെ കലം വെക്കുക. അപ്പോൾ കലം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. നമ്മൾ ഓരോ സ്ട്രോക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ കലം ഉണ്ടാവുക. കലം പൊങ്ങി വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് വെച്ച് നോക്കുക. പിന്നെ കലത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പാണ് നമ്മുടെ ആക്ച്വലി അറബിക് കാലിഗ്രഫിക്ക് തുളുത്ത് ഫോണ്ടിന് ആ കറക്റ്റ് സ്ട്രക്ചർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉയർന്നിട്ടുള്ള ഭാഗം മുകളിലോട്ടും അതിൻ്റെ താഴ്ന്ന ഭാഗം താഴോട്ടും ആ രീതിയിൽ വേണം വെക്കാൻ. ഇനി നമുക്കതിൻ്റെ കലം എങ്ങനെയാണ്, ഏത് ആംഗിളിലാണ് പിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഡിഗ്രീസൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. 45 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി കലം ഹോൾഡ് ചെയ്യേണ്ടത് 70 to 80 ഡിഗ്രി, ആ ഒരു അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഡിഗ്രിയിലാണ് നമ്മൾ കലം ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലാണ് ശരിക്കും നമ്മുടെ തുളുത്ത് ഫോണ്ടിൻ്റെ സ്ട്രോക്സൊക്കെ ആ ഒരു ലെവലിലാണ് വരിക. പക്ഷെ നുക്ത വരുന്നത് നമ്മൾ 45 ഡിഗ്രിയിലാണ് നുക്ത വരിക. പോരാതെ തന്നെ ലുലുഫ് വരുന്നത് നമ്മുടെ 70 ഡിഗ്രിയിലാണ്, എക്സാക്ട് 70 ഡിഗ്രിയിലാണ് ലുലുഫ് വരുന്നത്. അപ്പോൾ 80 to 70 ഡിഗ്രിയിലാണ് ബേസിക് സ്ട്രോക്സ് ഒക്കെ വരിക. 45 ഡിഗ്രിയിൽ നുക്ത വരും, അതുപോലെ തന്നെ 70 ഡിഗ്രിയിലാണ് ലുലുഫ് വരിക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിനി വരച്ച് കാണിച്ചു തരാം ഏതിലൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരേണ്ടതെന്നൊക്കെ. അതിന് മുന്നേ നമ്മൾ ആ 80 ഡിഗ്രിയിലാണ് പിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വലിയ ഭാഗം മുകളിലോട്ടും അതിൻ്റെ താഴ്ഭാഗം താഴോട്ടും എന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് വലിയ കലം എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടത് കൈ ആവുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ വലത് കൈയിലാണെങ്കിലാണ് ഈ സ്ട്രോക്ക് കറക്റ്റ് ആവുള്ളൂ. നിങ്ങളൊരു ഇടത് കൈ കൊണ്ട് എഴുതുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ കലം ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറയണം നിങ്ങളുടെ ഇടത് കൈയാണ്, അതുകൊണ്ട് തന്നെ ആ ചെരിവ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ചെരിവ് നേരെ ഓപ്പോസിറ്റ് ആവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കലം ഓർഡർ ചെയ്യാൻ. നിങ്ങൾ ഇടത് കൈ കൊണ്ട് എഴുതുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ അത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യിപ്പിക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരക്കാൻ പറ്റുള്ളൂ. വലത് കൈ എഴുതുന്ന ആളാണെങ്കിൽ മാത്രമാണ് ഈ ലെവലിൽ നമുക്ക് എഴുതാൻ പറ്റുക. പിന്നെ ഇടത് കൈ കൊണ്ട് എഴുതുന്ന പലതരത്തിൽ എഴുതും ചിലവരൊക്കെ കൈ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഡെസ്കിൻ്റെ മുകളിൽ മുഴുവനായി കയറ്റി വെച്ച് ചെരിച്ചെഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രശ്നമായിട്ട് വരില്ല. എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടത് കൈ കൊണ്ട് എഴുതുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ ഉറപ്പായിട്ട് അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ട് ലെവൽ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കലം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മെർച്ചൻറ്റിനോട് പറയുക, അതുണ്ടാക്കി തരുന്ന ആളോട് പറയുക, ഞാൻ ഇടത് കൈ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കലം വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എഴുതി തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ളത് ലുലുഫാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലുലുഫിൻ്റെ സ്ട്രക്ചറൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുന്നില്ല, ഇത് കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ അത് ഒരു 80 ഡിഗ്രി അല്ല ലുലുഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, 70 ഡിഗ്രിയാണ് കേട്ടോ. ബേസിക് സ്ട്രോക്ക് വരുന്നത് 80 ഡിഗ്രി, അല്ലെങ്കിൽ ബിറ്റ്വീൻ 80 and 70. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇങ്ക് എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഇങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് കാലിഗ്രഫി ഇങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഇങ്ക് എടുത്തിട്ടുണ്ട്. ആ ഇങ്ക് അത്ര പോരാ, അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇങ്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവരത് മാക്സിമം നന്നാക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താവും അറിയില്ല. എനിവേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇങ്കിൽ കുറച്ച് മഷി കുറവുണ്ട്, അത് ഞാൻ പിന്നെ ആഡ് ചെയ്തപ്പോഴാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയത്. അതുകൊണ്ട് തന്നെ കളർ കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 45 ഡിഗ്രിയിൽ നുക്ത വരയ്ക്കുന്നത് കാണിച്ചു. ഇനി നമുക്ക് 70 ഡിഗ്രിയിൽ ഹിലിയ വരയ്ക്കുന്നതും കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ 45 ഡിഗ്രിയിൽ നമ്മൾ നുക്ത വരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 4 പോയിൻറ്റും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ലുലിഫിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ 2 പോയിൻറ്റ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള പോയിൻ്റ് ഡിസ്റ്റൻസ് കുറവുമായിരിക്കും. അതാണ് ഡിഫറൻറ്റ് വരുന്നത്. ഈ ലുലിഫ് നീട്ടി വരച്ചിട്ടാണ് നമ്മൾ സാധാരണ ഹിലിയ ഉണ്ടാക്കുക. അതായത് നമ്മൾ താജ് അല്ലെങ്കിൽ ഹിലിയ എന്നൊക്കെ പറയില്ലേ, അലിഫിൻ്റെ മുകളിലുള്ള ഭാഗം അത് ഉണ്ടാക്കാം. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അലിഫ് വരയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടാലും മതി, ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45 ഡിഗ്രിയിലാണ് നമ്മൾ നുക്ത വരയ്ക്കുന്നത്, അതുപോലെ തന്നെ 70 ഡിഗ്രിയിലാണ് നമ്മൾ ലുലിഫ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇനി ബേസിക് സ്ട്രോക്സ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമില്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്താലും മതി. എന്നാലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് സ്ട്രോക്സ് ആണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ലീനിയർ ആയിട്ടുള്ള സ്ട്രോക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എൻഡിങ് പോയിൻറ്റും ലാസ്റ്റ് എൻഡിങ് പോയിൻറ്റും ഈക്വൽ വിഡ്ത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വരച്ച് പഠിക്കണം. അതായത് ഇതൊക്കെ എവിടെയാണ് ഇത് വരുന്നത് വെച്ചാൽ ഹാവ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് പോയിൻ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രോക്ക് നമുക്ക് ഈ ബാ ഒക്കെ വരയ്ക്കുമ്പോൾ ഉള്ള താഴ്ന്നുള്ള സ്ട്രോക്ക് ഉണ്ടാവില്ലേ, താഴത്തെ സ്ട്രോക്ക്, അതൊക്കെ കുറച്ച് കേവിയാണ്. എന്നാലും കൂടി നമുക്ക് അങ്ങനത്തെ ഒരു ബാക്ക് സ്ട്രോക്കും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുന്നതും അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരയ്ക്കുന്നതും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിങ്ങൾ കലം ഉണ്ടാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ് പേപ്പറിലിട്ട് വരയ്ക്കില്ലേ, സാൻഡ് പേപ്പറിൽ നിങ്ങൾ ഇതുപോലത്തെ സ്ട്രോക്ക് വരച്ചിട്ട് വേണം നമ്മുടെ കലം മിനുക്കിയെടുക്കാൻ. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള സ്ട്രോക്കൊക്കെ നമ്മൾ ആ സാൻഡ് പേപ്പറിൽ വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കലം കുറച്ചും കൂടി സ്മൂത്തായി കിട്ടും. അപ്പോൾ പേപ്പറിൽ പിന്നെ എഴുതുമ്പോൾ അങ്ങനെ കലത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു മുരമുരപ്പ്, അതുണ്ടാവില്ല. നമ്മൾ വീട്ടിലാണ് കലം ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിലോ കേട്ടോ. ഇപ്പോൾ മേടിക്കുന്നതാണ് വെച്ചെങ്കിൽ അവർ ഓൾറെഡി മിനുക്കിയിട്ടാവും തന്നിട്ടുണ്ടാവുക. എന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഈ സ്ട്രോക്സൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ആ കലത്തിൻ്റെ ആ പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ 2 സ്ട്രോക്ക് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് മുകളിലോട്ടുള്ള സ്ട്രോക്കാണ്. ഈ സ്ട്രോക്ക് പൊതുവേ കണ്ടിട്ടുള്ളത് കാഫൊക്കെ വരയ്ക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഈ സ്ട്രോക്കൊക്കെ നമുക്ക് സാധാരണ കുറച്ച് കേൾവിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിലും കൂടി നമുക്ക് കൈക്കൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഈ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവരും ഇതൊക്കെ ഓൾറെഡി കവർ ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരാവും. എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളിത് മുതൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഓരോ ലെറ്റേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ കൈക്ക് കുറച്ച് വഴക്കം കിട്ടാനൊക്കെ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, ഇനി നാലാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് നേരത്തെ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് താഴോട്ട് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ആക്കണം. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേർവി മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ പോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. ഇത് ആവശ്യം വരുന്നത് മീമൊക്കെ വരയ്ക്കുമ്പോഴാണ് സാധാരണ ഇത് ആവശ്യം വരിക. മീം, സ്വാദ്, ഇതൊക്കെ വരയ്ക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനത്തെ സ്ട്രോക്ക് നമുക്ക് ആവശ്യം വരിക. അപ്പോൾ ഇതൊന്നും എൻ്റെ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പിന്നെ അത് ഫില്ല് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. ഈ പോർഷനിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ക് ഫില്ലാക്കാനുള്ളൊരു ബുദ്ധി പോയത്. പിന്നെ വീഡിയോ പെട്ടെന്ന് എടുക്കാനും എനിക്ക് തീരെ വയ്യാത്ത കാരണം പിന്നെ പെട്ടെന്ന് എടുക്കണമെന്നല്ലോ, അതുകൊണ്ടും കൂടിയിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ എനിക്ക്
കോൾഡാണ്, സംസാരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. പിന്നെ പെട്ടെന്ന് ചെയ്തതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ ഈ ബുക്കിൻ്റെ കാര്യം പറയാൻ മറന്നു. നമ്മുടെ ബുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ബുക്കിലത്തെ ഫസ്റ്റ് പേജിലാണ് നമ്മൾ ഈ ബേസിക് സ്ട്രോക്കൊക്കെ എഴുതിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വെച്ചെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആ ബുക്ക് ചിലവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരാണെച്ചെങ്കിൽ അതിലത്തെ ഫസ്റ്റ് പേജിൽ ഇത് ചെയ്തോളൂ കേട്ടോ. ദെൻ 6th സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഐനൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിൽ വരേണ്ട ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ ഈ സ്ട്രക്ചർ വരയ്ക്കുന്നത് നന്നായിരിക്കും, ഇതും പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് 7th സ്ട്രോക്കും. ഐനിൻ്റെ കംപ്ലീറ്റ് ഇങ്ങനെ അല്ല കേട്ടോ, ഞാനൊരു ജസ്റ്റ് സ്ട്രോക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഫ്രണ്ടിലും കൂടി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ എസ് പോലെ വരുന്ന ഒരു സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഉള്ള സ്ട്രോക്കാണ് ഇങ്ങനത്തെ സ്ട്രോക്ക്, നമ്മുടെ ബാൻ്റെ ഒക്കെ തുടക്കത്തിലുണ്ടാകുന്നൊരു സ്ട്രോക്കാണിത്. അപ്പോൾ മൊത്തം 10 സ്ട്രോക്കാണ് ഇതിൽ പറയുന്നത്. ഇനിയും സ്ട്രോക്സ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തായാലും 10 എണ്ണം നിങ്ങൾ മെയിനായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സിലേക്കും കടക്കുമ്പോൾ ബാക്കി നോക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ തുടങ്ങാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പ്രൈവസി ഇഷ്യൂസാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പിൽ 32 പേരാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 32 പേരുള്ള 2-3 ബാച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ആക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.